അപ്പോഴേ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, സ്കൂളില്ല. അപ്പോൾ പിള്ളേരുടെ ഒരു ഹെൽപ്പ് കിട്ടും. കാരണം ഗ്യാസ് അടുപ്പും ഞാൻ ഈ പരത്തുന്ന സ്ഥലവും തമ്മിൽ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടുന്ന് പരത്തി നമ്മൾ ചുട്ടെടുക്കുമ്പോഴത്തേക്കിന് ഇച്ചിരി ഒരു താമസം വരും. അപ്പോൾ ഒരാളുടെ കൊണ്ട് ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അടുത്തടുത്തായത് സംഭവമെങ്കിൽ നമുക്ക് വിഷയമില്ല, പെട്ടെന്ന് എടുക്കാം. അങ്ങനെ ആയിരുന്നു. ഇപ്പം ഗ്യാസ് അടുപ്പിച്ചിട്ട് അങ്ങോട്ട് മാറ്റിയപ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ആശീർവാദിൻ്റെ ആട്ടയാണ് ഉപയോഗിക്കുന്നത്. ആശീർവാദിൻ്റെ എലൈറ്റിൻ്റെയും വാങ്ങിക്കുമ്പോൾ ഞാൻ ഇത് 5 കിലോയുടെ പാക്കറ്റൊക്കെയാണ് വാങ്ങുന്നത്. അപ്പം ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു ഈ 5 കിലോയുടെ പാക്കറ്റൊക്കെ വാങ്ങി നമ്മളിങ്ങനെ വെക്കുമ്പോൾ ആശീർവാദിൻ്റെ ആട്ടയ്ക്കകത്ത് പുഴു ഉണ്ടാകുന്നുണ്ടെന്ന്. പക്ഷേ എനിക്കൊരു 1.5 മാസമൊക്കെ നിൽക്കും. കാരണം നമ്മളെന്നും ഗോതമ്പൊന്നും എടുക്കുന്നില്ലല്ലോ. പക്ഷേ എനിക്കിതുവരെ പുഴു ഉണ്ടായിട്ടില്ല. എനിക്കിതുവരെ അങ്ങനെ കേട വന്നിട്ടേ ഇല്ല ഇതുപോലെ വാങ്ങിച്ച് വെക്കുമ്പം. അതിനുശേഷം എന്തായാലും ഞാൻ അരിച്ച് എടുക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ബെല്ല കാണിച്ച് വെച്ചൊരു പണി കണ്ടോ. ഞാൻ ചാക്കിനകത്ത് കുറച്ച് ചാമ്പൽ വാരി വെച്ചിരുന്നു കേട്ടോ. ഇതെങ്ങനെ പറ്റിച്ചോ എന്തോ, ഇതെങ്ങനെ എടുത്തു എന്ന് അറിഞ്ഞുകൂടാ. ഈ നടുക്കത്തെ കമ്പിയൊക്കെ കിട്ടിയപ്പോഴായിരിക്കും വലിച്ചെടുത്തിട്ട് അവിടെ മൊത്തം ആ ചാക്കിനകത്തുനിന്ന് കീറി അവിടെ എല്ലാം വാരിയിട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം ഒരു പണിയാണ്. എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ ചപ്പാത്തി ചുട്ട് കൂട്ടാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നലത്തെ മീൻ കൂട്ടാനുണ്ടായിരുന്നു, മുളകിട്ട മീൻ കൂട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിച്ചു. പിന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ ഞെവിടി കഴിക്കുന്ന ഒരു ശീലം ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഉണ്ട് ചപ്പാത്തിയുടെ കൂടെ കേട്ടോ. എത്ര കൂട്ടാനുണ്ടായാലും ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. അങ്ങനെ ആഷ്മി താണ്ട രാവിലെ ട്യൂഷന് പോവാണ്. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലച്ചുവിന് അവധി ദിവസം ആഷ്മി എത്ര മേക്കപ്പ് ചെയ്താലും ശരിയാവത്തില്ല. ഞാൻ പറയുമായിരുന്നു 9:30ക്കാണ് ട്യൂഷൻ, ഇപ്പോഴത്തന്നെ സമയം പോയി. അവൾ പെട്ടെന്ന് ഒരു മുറി ചപ്പാത്തിയൊക്കെ കഴിച്ചാണ് ആഷ്മി പോകുന്നത്. കാരണം സമയം കിട്ടില്ല. കാരണം ലച്ചു പിടിച്ച് നിർത്തി മേക്കപ്പ് ചെയ്യുക. മാലയിടുന്നു, കമ്മലിടുന്നു. ആകെപ്പാടെ ഒരു ശനി ഞായർ വീട്ടിലിരിക്കുന്ന സമയം മാത്രം ഇതുപോലെ മേക്കപ്പിന് സമയം കിട്ടുന്നത്. സ്കൂളിൽ പോകുന്ന സമയത്ത് പോലും പെട്ടെന്ന് ഇടിപിടിയുന്ന വലിയ മേക്കപ്പും വലച്ചേലൊക്കെയാണ് പോകുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ പറയായിരുന്നു വീട് കൊച്ചിനെ വീട് സമയം ഒരുപാടായി എന്നൊക്കെ. അതുകൊണ്ട് ആഷ്മി ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ചെറുതായി. കാരണം ഇപ്പോൾ ഇവർക്ക് കളർ ഡ്രസ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രസ്സെല്ലാം എന്തെങ്കിലും ചെറുതാവും. അപ്പോൾ ഞാൻ പറയും വീട്ടിൽ ഇരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളിതെല്ലാം എടുത്തങ്ങ് ഉപയോഗിക്കണമെന്ന്. കാരണം ഇതിങ്ങനെ ഇരുന്ന് ചെറുതായിട്ടും കാര്യമില്ലല്ലോ. നല്ല ഉടുപ്പുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെറുതാവുക. കാരണം എങ്ങും പോകുന്നില്ലല്ലോ, ഇട്ട് പോകാനായിട്ട് എങ്ങും പോകുന്നില്ല നമ്മൾ. വല്ലപ്പോഴും എവിടെയെങ്കിലും പോകുന്നത് പോലെയല്ല, ഡെയിലി നമ്മളെങ്ങും പോകുന്നില്ല. പിന്നെ ഇരുന്നങ്ങ് ചെറുതാവും, സ്കൂളിലും ഉപയോഗമില്ല. അങ്ങനെ ആഷ്മിയെ ട്യൂഷനൊക്കെ വിട്ടേച്ച് ഞാനും ലച്ചും കൂടെ മീൻ വാങ്ങാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിൽ കണ്ടു വാളമീൻ്റെ ഒക്കെ കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ഈ യൂട്യൂബൊക്കെ കാണുന്ന സമയത്ത് ഈ വാളമീനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു കൊതി. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വാള വാങ്ങാറുണ്ട്. പക്ഷേ ഞാൻ വാള ഞാൻ കറി വെച്ച കാലം മറന്നു. കാരണം ഞങ്ങൾ വറുത്താണ് ഇവിടെ കഴിക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ പച്ചരച്ച് മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്നൊരു ഇത് കണ്ടു കേട്ടോ. അപ്പം അതുപോലെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം വാളയ്ക്കൊക്കെ ഭയങ്കര വില. അപ്പം ഞാൻ 1 കിലോ വാങ്ങിച്ച് ഒരെണ്ണേ ഉള്ളായിരുന്നു. അപ്പം അവർ ദാണ്ട് ഇതെല്ലാം വെട്ടി ക്ലീനാക്കി തന്നത്. അവരിത് ക്ലീനാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഈ പാത്രം കഴുകുന്ന സ്ക്രബ്ബറില്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് അവർ ക്ലീനാക്കി. ഞാനൊക്കെ ആണെങ്കിൽ പിച്ചാത്തിയും കൊണ്ടിട്ട് ചിരണ്ടി എൻ്റെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്ക്രബ്ബർ വാങ്ങിച്ച് വയ്ക്കാം. ഈ വാളമീനൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ അങ്ങനെ വാങ്ങാറില്ല. വാങ്ങുവാണെങ്കിൽ ഞാൻ വറക്കത്തേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചേണ്ട മാങ്ങയും ഉണ്ട്. അപ്പം മാങ്ങയൊക്കെ ഇട്ട് നമുക്ക് ഒന്ന് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ ഒരു വാഴയ്ക്കത്തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം മീൻ്റെ മണം അടിച്ചപ്പോഴേ 2 പേര് വന്ന് നിൽക്കുന്നുണ്ടോ. ഇപ്പം ഇവിടെ സ്ഥിരമാണ് ഇവർ. കാരണം ഇവിടുന്ന് പോകുന്നേയില്ല. നമ്മൾ ഒരു ദിവസം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരിവിടുന്ന് പോകത്തില്ല. ഇവിടെ പട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പേടി അവരിവിടെ നിൽക്കുന്ന കാണുമ്പോൾ. പട്ടികൾ അയച്ചുവിടുമ്പോൾ ഓടി എവിടെയെങ്കിലും നമുക്ക് പൊക്കോളും. അങ്ങനെ ഞാൻ പിന്നെ മീൻ നമ്മൾ ഉപ്പുകല്ലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതിയായിരുന്നു. പിന്നെ ക്ലീനിങ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ മാങ്ങയും ചെത്തി വാഴയ്ക്ക അരിഞ്ഞ് വെള്ളത്തിലിടുന്നത്. കറവാനായിട്ട് കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ സാധാരണ വാഴയ്ക്ക അരിഞ്ഞിടുന്നത്. പക്ഷേ ഇത് അധികം കറിയില്ലായിരുന്നു. ഈ വാഴയ്ക്ക ഒരു പച്ചച്ചിങ്ങൻ പഴം കായ ഉണ്ടല്ലോ, അതുപോലത്തെ കായായിരുന്നു. അപ്പം ഇത് അങ്ങനെ കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പച്ചവെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിരുന്നതേ ഉള്ളൂ. പിന്നെ ഈ വാഴയ്ക്കത്തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒഴിച്ചുകൂട്ടാൻ വെച്ചാൽ ഇവിടെ വേസ്റ്റ് ആട്ടോ. ഈ വാഴയ്ക്കത്തോരൻ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഇവിടെ പിള്ളേരും അങ്ങനെ കഴിക്കത്തില്ല. പിന്നെ ഈ വാഴയ്ക്കത്തോരൻ വെച്ച് തന്നെ അമ്മ ഉദ്ദേശിച്ചാൽ. കാരണം ചോറിനകത്തൊക്കെ ഇട്ട് പുരട്ടി തിന്നാൻ ഇത് മതി, നല്ലതാണ്. പക്ഷേ എനിക്ക് മീൻ കൂട്ടാൻ മതി കേട്ടോ. തേങ്ങ അരച്ച് മീൻ കൂട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവററ്റ് സാധനമാണ്. എനിക്ക് മുളകിട്ട മീനേക്കാളും ഇഷ്ടം ഇതുപോലെ തേങ്ങായ്, മാങ്ങായ്, തക്കാളിക്ക ഒക്കെ ഇട്ട് വെക്കുന്ന മീനാണ് എനിക്കിഷ്ടം. ചോറിനകത്തിട്ട് പെട്ട് തിന്നാനും എനിക്കതാണ് ഇഷ്ടം. ഇവിടെ പക്ഷേ ലച്ചുവിനും ഒക്കെ അവരുടെ അച്ഛനും ഒക്കെ ഇഷ്ടം മുളകിട്ട മീനാട്ടോ. അപ്പം ഞാൻ ആ സമയത്തൊക്കെ അങ്ങനെ വെക്കും. ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ വാളയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു കൊതി പോലെ തോന്നി കേട്ടോ. ഞാനത് ചെറിയ 2 കണ്ണിമാങ്ങ ടൈപ്പ് അതിൻ്റെ ഇതൊന്നും മുറ്റിയതല്ല. അപ്പം 2 എടുത്തുള്ളൂ. 2 തന്നെ നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അരച്ച് വെച്ചിരുന്നു.
മുളക് പൊടി, ഞാൻ മല്ലിപ്പൊടിയൊന്നും തേങ്ങ അരയ്ക്കുന്ന മീനകത്ത് ചേർക്കത്തില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തു. ഇവിടെ ഇപ്പോൾ തേങ്ങ അരച്ച് മീൻ വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസമായി. മിക്കവാറും വറക്കുമായിരിക്കും ഇവിടെ. പിള്ളേർക്കൊക്കെ വറക്കുന്ന മീനാണ് ഇവിടെ കൂടുതലും ഇഷ്ടം. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കഴിക്കും. എങ്കിൽ കൂടിയും വറക്കുമ്പോഴാണല്ലോ പിള്ളേർക്കൊക്കെ കഴിക്കാനായിട്ടൊരിത്. പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട് ഒഴിച്ചു കൂട്ടാനായിട്ട്. ഇന്നലത്തെ സാമ്പാറാണ്, അത് വേണം. പിറ്റേന്ന് ആരും കഴിക്കത്തില്ല, ഞാൻ കഴിക്കും കേട്ടോ. സാമ്പാറൊക്കെ എനിക്ക് പിറ്റേന്ന് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അത് ചൂടാക്കാൻ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ മീൻ കൂട്ടാനൊക്കെ അടുപ്പത്താക്കി. പിന്നെ ഞാൻ വിചാരിച്ചു തോരനും ചതച്ച് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴുകി വാരി ഞാനൊരു കണ്ണപ്പയ്ക്കകത്ത് ഇങ്ങനെ വെള്ളം പോകാനായിട്ട് വെച്ച് കടുക് വറുത്തിട്ട് ദാണ്ട് ഇതുപോലെയുള്ള അരിപ്പയ്ക്കകത്ത് വെച്ചിരുന്നു. അപ്പം കടുക് വറുത്തിട്ട് ഞാൻ അതും കൂടെ അങ്ങ് ശകലേ ഉള്ളൂ കേട്ടോ, ഒരു 4 ചെറിയ വഴിക്കാൻ 4 കാരണം ഇത് തന്നെ അധികം വരും ഇവിടെ. രാത്രിയാകുമ്പോഴത്തേന് ഇത് തന്നെ അധികം വരും. പിന്നെ ഞാൻ ശകലം വെള്ളം കുടിച്ചത്, ഇത് കുഴഞ്ഞിരിക്കണം. തോരനാണെങ്കിലും വഴിക്കത്തോരൻ കുഴഞ്ഞിരിക്കണം, എന്നെങ്കിലേ അതിനൊരു ടേസ്റ്റുള്ളൂ. അങ്ങനെ ചെറിയ തീയിലിട്ട് ഞാൻ ആവിയിലൊന്ന് വേവിച്ചെടുത്ത് ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നാളെ ഈ 2 പൂച്ചകളും വിശന്ന് വലഞ്ഞാന്ന് തോന്നുന്നു എൻ്റെ പുറവിന് നടക്കുക. ഞാൻ വിചാരിച്ചു ഇനി മിക്കുനും പിങ്കുനും ഒക്കെ ചോറ് കൊടുക്കുന്ന സമയത്താണ് അവർക്ക് മീൻ വേവിക്കാനുള്ള പാത്രം എടുക്കാൻ വന്നത്. എന്നെ അങ്ങ് തൊട്ടുരുമി. എനിക്ക് പൂച്ച ഇഷ്ടമല്ല കേട്ടോ. പൂച്ചയ്ക്ക് ഞാൻ ചോറ് കൊടുക്കും, കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എന്നെ തൊടുന്നതോ എനിക്ക് എടുക്കുന്നതോ ഒന്നും എനിക്ക് പൂച്ച ഇഷ്ടമല്ല. പട്ടികളെ നേരെ തിരിച്ചോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പൂച്ചയോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്തായാലും എനിക്കിത് കാണുമ്പോൾ അങ്ങ് സങ്കടം തോന്നും. അവരുടെ വയറൊക്കെ കിടക്കുന്ന കാണുമ്പോൾ അങ്ങനെ അമ്മയെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പുറം നടക്കുന്ന കാണുമ്പോൾ അങ്ങനെ ഞാൻ ചോറ് കൊടുക്കും. ഈ ചോറ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ എൻ്റെ പുറവിന് എന്നെ ഒരു പേടിയില്ലാതെ നടക്കുക. അപ്പം ഞാൻ പറയും, ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തും. ഞാൻ മിക്കുനെയും പിങ്കുനെയൊക്കെ അയച്ചു വിടുവേ, ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്നോണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തും. അപ്പോഴത്തേക്കിനും ഒരു 11 മണി 11:30 ആയപ്പോഴത്തേക്കിനും നല്ല ആഷ്മി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അയ്യോ ഇരിക്കുന്നതെന്നും പറഞ്ഞാൽ വന്നത്. കാരണം ഇപ്പോൾ ഇവിടെ ചാമ്പയ്ക്ക സീസണാണ്. ട്യൂഷൻ വീട്ടിൽ ആരോ ചാമ്പയ്ക്കായും മുളകും എല്ലാം കൂടെ കൊണ്ടുവന്ന് തിന്നും. അങ്ങനെ അതെല്ലാം തിന്നിങ്ങനെ ഇരിക്കുന്നതെന്നും പറഞ്ഞാൽ വന്നത്. അപ്പോഴത്തേക്കിനും നല്ല എൻ്റെ മീൻകൂട്ട സെറ്റ് കേട്ടോ. ഇങ്ങോട്ട് എടുത്തപ്പോഴത്തേക്കിനും ക്യാമറയിൽ ആവി തട്ടി. അതാണ് ആദ്യം ഒരു മങ്ങൽ കണ്ടത്. ഈ ലാസ്റ്റ് കുറച്ച് കരിയാപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും കേട്ടോ വാങ്ങാൻ നേരത്ത്. അങ്ങനെ മീൻ കൂട്ടാനും സെറ്റായി, നമ്മുടെ തോരനും സെറ്റായി. ഇനി മിക്കുനും പിങ്കുനും ഒക്കെ ചോറ് കൊടുക്കണം. പിന്നെ കണ്ട പൂച്ചയ്ക്കും ചോറ് കൊടുക്കണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ലച്ചു കൂടെ ഉണ്ടായതുകൊണ്ട് പെരയ്ക്കൊക്കെ എല്ലാം അങ്ങ് തൂത്തുവാരി ഇട്ടുന്നു. പിള്ളേർ ഇവിടെ ഉണ്ടെങ്കിൽ ജോലി പതുക്കെ ഉള്ളെങ്കിലും സഹായിക്കാൻ ആളുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മിക്കുനും പിങ്കുനും ഒക്കെ ചോറ് കൊടുക്കാൻ നേരത്തെ ഞാൻ പൂച്ചകൾക്ക് ചോറ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞാൻ ലച്ചുവിനെ ഏൽപ്പിച്ചേട്ടോ. ഒരു കാര്യം ഏൽപ്പിച്ച് വൃത്തിയായിട്ട് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുത്ത് തരാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പിള്ളേർക്ക് അവധി ദിവസമാണെങ്കിലും വലിയ പാടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇവർക്ക് ചോറൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ഏതാണ്ട് വിശ്രമിക്കുന്നുണ്ട്. ഇതിപ്പോൾ അവരുടെ സ്വന്തം വീടായിട്ട് മാറി. അതാ നമ്മൾ ഒരു ദിവസം ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഇതാ. എനിക്ക് ഇവരിവിടെ നിൽക്കുന്നുണ്ടോ ഫുഡ് കൊടുക്കുന്നുണ്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവർ പ്രസവിക്കും. നമ്മുടെ ഈ വീട്ടിൽ ഇവിടെ ചായ്പിലോ നമ്മുടെ പെരക്കകത്തൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വിടും പ്രസവിച്ചിട്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പട്ടികൾക്ക് 5 പേർക്കും പൂച്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുത, ഭയങ്കര ശത്രുത. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കണ്ടാൽ കടിച്ചു കയറും കേട്ടോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഞാൻ ഒന്നാമത് ഈ പൂച്ചകളെ അടുപ്പിക്കാത്ത, പ്രത്യേകിച്ചും ഇതുപോലെ പ്രസവിക്കാറൊക്കെ ആയി നിൽക്കുന്ന പൂച്ചകളെ ഞാൻ ഒട്ടും ഭക്ഷണം പോലും കൊടുത്ത് ഞാനിങ്ങനെ അടുപ്പിക്കാറില്ല. അതെനിക്ക് വിഷമമാണ്. പക്ഷേ അത് അവരുടെ ഇത് ഓർത്താണ് ഞാനിങ്ങനെ അടുപ്പിക്കാത്തത്. പിന്നെ ഏതാണ്ട് ഇവിടെ വഴക്ക് തുടങ്ങിയിട്ടുണ്ട് ചേട്ടത്തി അനിയത്തിയും കൂടെ. ഇന്ന് 1-ാം തീയതി അല്ലായിരുന്നു. അപ്പം രാവിലെ കൈനീട്ടം കിട്ടി. ആ പൈസ ലച്ചു അങ്ങ് മേടിച്ചെടുത്തു ആഷ്മിയുടെ കയ്യിൽ നിന്ന്. 2 പേർക്കും കിട്ടി. ആഷ്മിയുടെ പൈസ കൂടെ ലച്ചു മേടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ആഷ്മി വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നു. അപ്പം കൈനീട്ടമൊക്കെ കിട്ടിയത് 2 പേരുടെ കൂടെ ട്യൂഷന് പോയപ്പം ലച്ചുവിനെ ഏൽപ്പിച്ചിട്ട് പോയതോ അതോ അവൾ വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എടുക്കുമോ ഏതാണ്ടൊന്നും ചെയ്തതാണ്. ഇപ്പോൾ അത് തിരിച്ച് മേടിക്കാനായിട്ട് നടക്കുമായിരുന്നു ആഷ്മി. അതിനില്ലാത്ത പണികൾ മൊത്തം ആ കൊച്ചിനെയും കൊണ്ട് അവിടെ ചെയ്യിപ്പിച്ച് ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 വട്ടം വെള്ളം എടുപ്പിക്കുന്നു കുടിക്കാനായിട്ട്. അവൾക്ക് ഒരു കസേര ഇരുന്നുണ്ട്. എന്തുവായാലും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവൾ ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ടും പിന്നെയും കളിപ്പിക്കുമായിരുന്നു. അങ്ങനെ എന്ത് ചേച്ചി വഴക്ക് പറഞ്ഞായിരുന്നു, പൈസ കൊടുക്കുക കൊച്ചിനെ ഇങ്ങനെ കളിപ്പിക്കാമെന്നും പറഞ്ഞ്. ഇനി അങ്ങോട്ട് 2 പേരും കൂടെ ഇനി അങ്ങോട്ട് നുള്ളും ബീച്ചും ചുമ്മാതെ ഒരു രസം, ഒരു വഴക്കാണ് അങ്ങ് രണ്ടും കൂടെ അങ്ങനെയല്ല, സീരിയസ് ആയിട്ടല്ല ഇങ്ങനെ. അപ്പോൾ പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞൊന്ന് വിശ്രമിക്കാനായിട്ടിരുന്നപ്പോഴത്തേക്കിനും പിന്നെ കടയിൽ അരി വരുന്നെന്ന് പറഞ്ഞു. 1:30 ആയി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് കഴിക്കാനായിട്ടിരുന്നപ്പോഴാണ് വിളി വന്നത് അരി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലായിരുന്നു. അപ്പം ഭയങ്കര വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആവിയും ഭയങ്കര വെയിലും 2-3 ദിവസമായിട്ട്. പിന്നെ അവർ 1:30 ആയപ്പോൾ അരി ഇറക്കാൻ വന്നു. അപ്പോൾ അരിയൊക്കെ ഇറക്കിയിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ചോറുണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ലച്ചു ചോറുണ്ട്. ലച്ചു മാത്രമേ ചോറുണ്ടുള്ളൂ. ആഷ്മി രാവിലെ ഒരു മുറി ചപ്പാത്തിയും കഴിച്ചിട്ട് പോയതാണ്. അവൾ പിന്നെ ഈ സമയം വരെ കഴിച്ചിട്ടില്ല. ഞാനിങ്ങോട്ട് വരാൻ നേരവും പറഞ്ഞു നീ ചോറ് കഴിക്കും. എവിടുന്ന്
അങ്ങനെ അരി ഇറക്കും കേട്ടോ, കുറച്ചരിയേ ഉള്ളായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇറക്കിയിട്ട് വന്ന് ഞാൻ ചോറുണ്ട്. എനിക്കങ്ങ് വിശന്ന്, എനിക്ക് ഈ മീൻ കൂട്ടാനോട് കണ്ടപ്പോൾ പെട്ടെന്ന് കഴിച്ചോളാന്ന് വയ്യായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച മീൻ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ആ മീൻ സാമ്പാറൊന്നും ചൂടാക്കാൻ നിന്നില്ല, കാരണം എനിക്ക് മാത്രം ഞാൻ ഇനിയിപ്പോൾ എന്ത് സാമ്പാർ ചൂടാക്കാൻ. അങ്ങനെ മാങ്ങയും കുറച്ച് മാങ്ങയും കൂടെ എന്തിട്ട് വരിയിട്ട് മീനകത്തെ, അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു. വാള ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ്, അതിൻ്റെ കഷ്ണത്തിനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു വറക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കൂട്ടാൻ വെക്കുന്നതെന്ന് തോന്നി ഈ മീൻ. കാരണം ഞങ്ങൾ പണ്ടോട്ടേ വറക്കുമോ ഇത്, അങ്ങനെ കൂട്ടാൻ വെച്ച് എനിക്കൊരു ഓർമ്മയൊന്നും ഇല്ലത്. പണ്ടൊക്കെ കഴിച്ച് കാണും, പക്ഷേ എനിക്കൊരു ഓർമ്മയില്ല. അങ്ങനെ ആഷ്മയെ ഞാൻ നിർബന്ധിച്ച് തീറ്റിക്കുക. കണ്ടോ, ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറയാ തോണിൽ പോയി മിച്ചർ കഴിച്ചെന്ന്. ഉച്ചക്കത്തെ ആഹാരമാണ് മിച്ചർ. ഈ പ്രായത്തിലുള്ള പിള്ളേർ തിന്നണ്ടെന്ന കാര്യം കണ്ടോ എന്തോരം പാടുപെട്ടാൽ ഞാൻ ആഷ്മയെ ചോറ് തീറ്റിക്കുന്നതെന്ന് അറിയാമോ. ആഷ്മയും കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു, കാത്തുവിനൂടെ കളിക്കാൻ പോകണം. കാത്തു ചോറൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുമെന്ന് പറഞ്ഞു. അവൻ കാത്തുവിനൂടെ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ വെയിൽ, ഇപ്പോൾ കളിക്കാനൊന്നും പോകണ്ട, ഇപ്പോൾ ഇവിടെ ഇരുന്നാൽ മതി, വെയിൽ താട്ടെന്ന് പറഞ്ഞ് എനിക്ക് എറിയിച്ചിരിക്കുക. അതിന് പറയുമായിരുന്നു, അയ്യേ അമ്മയുടെ കൂറ മീൻ കൂട്ടാൻ ഒരു കാശിനും കൊള്ളത്തില്ല ഗൈസ്, ഇത് കാണുന്ന നിങ്ങളാരും ഈ റെസിപ്പി ഫോളോ ചെയ്യില്ല, ഒരു കാശിനും കൊള്ളത്തില്ല. അതൊക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ കളിക്കാൻ വിടാത്തതിന്. 2-3 വാ നിന്നേച്ച് അവൾ എഴുന്നേറ്റ് പോയി. ഞാൻ മീൻ കഷ്ണമൊക്കെ ദാണ്ട് വാരി കൊടുത്ത് വലിയ പാടാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ തോരനൊക്കെ ദാണ്ട് ഞാനും ഇച്ചിരി എടുത്തിട്ടുള്ളൂ തോരന്. എനിക്കും വലിയ താല്പര്യമില്ല തോരന്, അവളുമാർ ഒട്ടും കഴിക്കത്തില്ല. പിന്നെ വല്ലച്ചതിന് 2 വായൊക്കെ വാരി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങളെ തണ്ട് നോക്കില്ല അവിടെ കാണാൻ പോയി കളച്ചോളാം. അപ്പോഴത്തേക്കിനും പിന്നെ മൂടൊക്കെ മാറി. അപ്പോഴത്തേക്കിനും പിന്നെ എൻ്റെ റെസിപ്പിയൊക്കെ കൊള്ളാം, എൻ്റെ മീൻ കൂട്ടാൻ കൊള്ളാം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെയൊക്കെയായി. അപ്പം ഇതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഒന്ന് ലൈക്ക് ചെയ്ത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.